അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വലിയ കിടങ്ങു കുഴിച്ച സംഭവമാണല്ലോ ഖന്തക്ക് യുദ്ധം നടക്കുന്നത്. 10,000-ഓളം വരുന്ന മക്കാ മുശ്രിക്കുകൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മദീനയെ ആക്രമിക്കാൻ വേണ്ടി പ്ലാനിങ് നടക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിവരം അറിഞ്ഞിട്ട് മദീനയിലുള്ള സഹാബത്തിനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ടൊരു കൂടിയാലോചന നടത്തും. ആ സമയത്ത് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മൂപ്പര് പേർഷ്യക്കാരനായിരുന്നല്ലോ. അപ്പോ മഹാനവറുകൾ പറയും, നബിയെ, പേർഷ്യയിലൊക്കെ വലിയ കിടങ്ങ് കുഴിച്ചിട്ട് ശത്രുക്കളെ പ്രതിരോധിക്കുന്ന ഒരു മാർഗമുണ്ട്. അപ്പൊ അതിനോട് യോജിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വലിയ കിടങ്ങുഴിക്കാണ് മദീനയുടെ അതിർത്തിയിൽ. രണ്ട് മലകളുടെ ഇടയിൽ മദീനയിലേക്ക് കടക്കുന്ന ഭാഗത്ത് കിടങ്ങുഴിക്കാണ്. അങ്ങനെ ആ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് സഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരാതി പറയുകയാണ്. പലരും ഒരുപാട് സമയമായി ഭക്ഷണം കഴിച്ചിട്ട്. സഹാബത്ത് വയറ്റില് കല്ല് കെട്ടി വെച്ചിട്ടാണുള്ളത്. ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ വയറ്റില് 2 കല്ലാണ്. ആ അവസ്ഥ സ്വഹാബത്ത് കണ്ടപ്പോ സ്വഹാബത്തിനൊക്കെ വലിയ പ്രയാസമായി. അപ്പോഴാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നത്, നബിയെ, എന്റെ വീട്ടിൽ കുറഞ്ഞ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, തങ്ങൾ എന്റെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും, കുറഞ്ഞ സ്വഹാബത്ത് മദീനയില് ഈ ഇവിടെ ഉണ്ടായിരുന്ന കുറഞ്ഞ പ്രധാനപ്പെട്ട സ്വഹാബത്തിന് ഒരു 10ഓളം ആളുകളെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തൊരു പ്രഖ്യാപനമാണ്, മുഴുവൻ സ്വഹാബത്തിനും ജാബിറിന്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ട് എന്ന് പറയും. ജാബിർ റളിയല്ലാഹു അൻഹു ആകെ ബേജാറാകും. അപ്പോഴാണ് പറഞ്ഞത്, നീ എന്ത് ചെയ്യണ്ട, ബേജാറാകണ്ട, ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമേ അടുപ്പിൽ നിന്ന് ഭക്ഷണം പുറത്തേക്ക് എടുക്കാവൂ എന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖന്തക്കിലുണ്ടായിരുന്ന മുഴുവൻ സ്വഹാബത്തും 1500-1500-ഓളം വരുന്ന സ്വഹാബത്തുണ്ടായിരുന്നു. അവര് മുഴുവനും ഈ വീട്ടിൽ, ഇത് ജാബിർ റളിയല്ലാഹുവിന്റെ വീടാണ്, ഇത് പള്ളിയാണ് ഇപ്പോ, മസ്ജിദ് ബനി ഹറാം എന്ന് കണ്ടില്ലേ. അപ്പൊ ഈ വീട്ടിലേക്ക് വരികയും റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കൊണ്ട് നബി തങ്ങളുടെ ഉമിനീർ ആ ഭക്ഷണത്തിൽ കലർത്തിയാണ്. അത് റസൂലുള്ളാഹിന്റെ വലിയൊരു മുഅ്ജിസത്താണ്. ഈ ഭക്ഷണത്തിൽ വിശാലത ചെയ്തു കൊടുത്തു എന്നുള്ള, ആ കുറഞ്ഞ ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം വിശാലമാക്കി എന്നുള്ള മുഅ്ജിസത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ സംഭവം നടന്നത് ഇവിടാണ്. ജാബിർ റളിയല്ലാഹുവിന്റെ വീട് നിന്ന സ്ഥലമാണിത്. മസ്ജിദ് ബനി ഹറാം എന്നാണ് ഈ പള്ളിയുടെ പേര്.